നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നോ മോർ സൈലൻസ്, നോ മോർ കൺട്രോൾ, ഫാൻസ് ഡിമാൻഡ് റെസ്പെക്ട്. മഞ്ഞപ്പട കൃത്യമായിട്ട് നയം വ്യക്തമാക്കുകയാണ്. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിൽ നടന്ന മത്സരത്തിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടം മഞ്ഞപ്പട ഒരു പ്രതിഷേധ റാലി ഓർഗനൈസ് ചെയ്തിരുന്നു. പക്ഷേ അനുമതി നിഷേധിച്ചു, പോലീസ് അനുമതി നിഷേധിച്ചു. പിന്നെ ഗാലറിയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എല്ലാവരും കണ്ടല്ലോ. മഞ്ഞപ്പടയുടെ ചാൻഡിൻ്റെ സമയത്ത് പോലീസ് അങ്ങോട്ടേക്ക് എത്തി അവരെ നിശബ്ദരാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. സോ ആ തരത്തിലാണ് ആരാധകരോട് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മഞ്ഞപ്പട പറയുന്നു, അങ്ങനെ നിശബ്ദരാക്കാൻ നോക്കണം. നോ മോർ സൈലൻസ്, ഇനി നിശബ്ദരായിരിക്കില്ല. നോ മോർ കൺട്രോൾ. എന്നിട്ട് പറയുന്നു ഫാൻസ് ഡിമാൻഡ് റെസ്പെക്ട്. ഫാൻസ് തീർച്ചയായിട്ടും റെസ്പെക്ട് ഡിമാൻഡ് ചെയ്യുകയാണ്. ആരാധകരും ബഹുമാനിക്കപ്പെടണം. നമുക്കറിയാം ഇന്നലെ വലിയ രൂപത്തിലുള്ള ചാൻഡിങ് മഞ്ഞപ്പടയുടെ സ്റ്റാൻഡിൽ നിന്നുണ്ടായിരുന്നു. മാനേജ്മെൻറ്റിനെതിരെ തന്നെയായിരുന്നു എല്ലാ ചാൻഡുകളും. ലയേഴ്സ് എന്ന് വിളിക്കുന്ന ചാൻഡുകളും, ഔട്ട് ഔട്ട് ഔട്ട്, മാനേജ്മെൻറ്റ് ഔട്ട് എന്ന് പറയുന്ന ചാൻഡുകളും, അങ്ങനെ പലതരത്തിലുള്ള ചാൻഡുകൾ മാനേജ്മെൻറ്റിനെതിരെ അവർ മുഴക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ ഒടുവിലുണ്ടായിട്ടുള്ള സംഭവ വികാസം, വൈക്കിംഗ് ക്ലാപ്പിനെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ വരുമ്പോൾ ലൂണ അവരെ പിന്തിരിപ്പിച്ച് മറുഭാഗത്തേക്ക് കൊണ്ടുപോയതൊക്കെ നമ്മൾ കണ്ടു. അത് പിന്നെ താരങ്ങൾ അവരുടേതായിട്ടുള്ള, കാരണം വിജയിച്ചതുകൊണ്ട് അവർക്ക് അപ്രീസിയേഷൻ വേണം, അത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തതാവാം. ഏതായാലും ഇങ്ങനെ പോലീസ് ഇടപെട്ട് പരിപാടി നിർത്തിവെച്ചതുകൊണ്ടോ ചാൻഡ് തടയാൻ വേണ്ടി വന്നതുകൊണ്ടോ ഒന്നും തങ്ങൾ മിണ്ടാതിരിക്കില്ല എന്നുള്ളത് മഞ്ഞപ്പട ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ആ ചാൻഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് അവർ കുറിക്കുന്നു. നോ മോർ സൈലൻസ്, നോ മോർ കൺട്രോൾ, ഫാൻസ് ഡിമാൻഡ് റെസ്പെക്ട്. ഇപ്പം 1-2 കളി വിജയിച്ചപ്പോൾ ചിലരുടെ കമൻറ്റൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണുന്നു, ഇനി എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെന്നൊക്കെ. ഒന്നും മാറിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഡിഫൻസിലും ഗോൾ കീപ്പിങ്ങിലും ഒക്കെ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ടീമിനെ ശക്തിപ്പെടുത്താൻ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം അവിടെ തന്നെ നിൽപ്പുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.